അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു. തൽക്കാലം താവളത്തിലെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ മുന്നോടിയായിട്ട് അയച്ചിരിക്കുക. സൈന്യങ്ങളൊക്കെ പുറകെ എത്തും. സുമി, സേനാനായകന് മുറി കാണിച്ചു കൊടുക്കൂ. റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ താമസിക്കാനോ? വൈ നോട്ട്? അല്ല, പോലീസുകാരുമായിട്ടുള്ള സഹവാസം സൂക്ഷിക്കണമെന്നാണ് വെയ്പ്പ്. അത് കള്ളന്മാർ മാത്രം സൂക്ഷിച്ചാ മതി. ആ, കുമാർ ഇന്ന് വന്നത് നന്നായി. ഇന്ന് സുമയുടെ ബർത്ത്ഡേ ആണ്. റിയലി? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മാഡം. താങ്ക് യു സർ. മുകളിലേക്ക് പ്രവേശിച്ചാലും? യെസ്. നിനക്ക് എനിക്ക് ഒരേ അഭിരുചി തന്നെ. രണ്ട് ഭ്രാന്തന്മാര് കൂടിയ നല്ല രസമായിരിക്കും. കാഴ്ചക്കാർക്കാണ് രസം. അതുകൊണ്ടേ ഒരാളെ കൂട്ടിയാ മതി. ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഞാനില്ല. ശരി. ആ കുമാർ, എനിക്ക് ബർത്ത്ഡേ പ്രസന്റേഷൻ ഒന്നുമില്ലേ? ഓഫ് കോഴ്സ്. ഹലോ. ഹലോ, സുമയല്ലേ? യെസ് രാജൻ. ആർ യു ഫ്രീ നൗ? എന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നതിൽ വിരോധമുണ്ടോ? ഓഫ് കോഴ്സ് നോ മിസ്റ്റർ രാജൻ. താങ്ക് യു സുമ. ഐ വിൽ കം ആൻഡ് പിക്ക് യു അപ്പ്. ഓക്കെ? ഹലോ രാജൻ. ഹലോ രാജൻ, പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം. നമുക്ക് ഒരുമിച്ച് ഒരു പിക്ചറിന് പോവാം. ഞാനൊരു അല്പസമയം ആവശ്യപ്പെട്ടത് സിനിമ കണ്ടു തീർക്കാനല്ല. എങ്കിലൊരു പിക്നിക് ആകാം. ഇവക്കൊന്നും അറിയില്ല മിസ്റ്റർ രാജൻ. സുമേ, സമയത്തിനൊക്കെ കുറെ വിലയുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു 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 ത്രില്ലിംഗ് ഐഡിയ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ത്രില്ലിംഗ് ഐഡിയ? ആ, എന്തെങ്കിലും ഒരു മത്സരമായാലോ? എന്താ രാജൻ? മത്സരത്തിന് ഞാൻ പുറകോട്ട് മാറുകയോ? ഗുഡ്. എങ്കിൽ ജയിക്കുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം തരും. എങ്കിൽ ആ സമ്മാനം ഞാൻ വാങ്ങും. എന്താ രാജ? അത് മത്സരം കഴിഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യമാണ്. സമ്മാനം ജയിച്ചയാൾ ആവശ്യപ്പെടുന്നതാണോ അതോ സുമ തീരുമാനിക്കുന്നതാണോ? തീർച്ചയായും സമ്മാനം ജയിക്കുന്ന ആൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. ഓക്കെ, മത്സരം ഞാൻ പറയാം. ഇവിടുന്ന് മഹാബലിപുരം വരെ ഒരു കാർ റേസ്. ഓക്കെ കുമാർ, നമുക്ക് മത്സരം ആരംഭിക്കാം. ഞാൻ റെഡി. സുമേ, കാറ് കയറ്. മത്സരം നമ്മൾ തമ്മിലാണ്. സുമ അതിൽ വലിച്ചിരിക്കണ്ട. ശരി സുമേ, നമുക്ക് അവിടെ കാണാം. ആരാണ് ജയിച്ചത്? രാജനല്ല, അത് ആര് ജയിക്കാനാ? എന്തൊരു ഡ്രൈവിംഗ്! രാജൻ പറക്കുകയായിരുന്നു. രാജന് ഇഷ്ടമുള്ള സമ്മാനം കൊടുത്തേക്ക്. മിച്ചം വല്ലോണ്ടേ എനിക്കും. ആ രാജ, എന്താണെന്ന് വെച്ചാ വാങ്ങിച്ചോ. സമയമാകുമ്പോൾ ഞാൻ സുമയോട് ചോദിച്ചോളാം. ഓക്കെ, വരൂ, ഹോട്ടലിലേക്ക് വാ. രാധ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. മറ്റു ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ല ഡ്രൈവറെങ്കിലുമായി ജീവിച്ചു പോകാമല്ലോ. പട്ടിണി കിടക്കരുത്, അത്ര തന്നെ. രവി വലിയ പുരോഗമന ചിന്താഗതിക്കാരനൊക്കെയാണ്, സമ്മതിച്ചു. പോരെങ്കിൽ ഉടനെ ഒരു ഡിഗ്രിക്കാരനും ആകും. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ അലയുകയാണ്, എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി. വിഡ്ഢികൾ സിംഹാസനത്തിൽ. സഖാവ് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. രാധ ഒരു പരിധിവരെ മാത്രമേ ഇതേപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതിഭ നഷ്ടപ്പെടുത്തേണ്ടി വന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ.
പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഈ പ്രതിഭ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ഈ ബന്ധം പരീക്ഷ കഴിയുന്നതോടെ അവസാനിക്കും. എന്നെപ്പറ്റി രവി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? രാധ ഒരു പണക്കാരിയാണ്. എന്നിട്ടും ഈ ബന്ധം തുടരുമെന്ന് പറഞ്ഞാൽ അതും ഒരു വിപ്ലവമല്ലേ? വരാതെ വരാതെ. ഹലോ സുമ, ഹലോ. ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഓ, അങ്ങനെയൊന്നുമില്ല. സുമയോട് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നോടോ? പറയാലോ. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. സുമ അന്ന് എനിക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്ത് ഓർക്കുന്നുണ്ടോ? എന്ത് സമ്മാനം? ഞാൻ ഓർക്കുന്നില്ലല്ലോ. അന്ന് കാർ റേസിൽ ഞാൻ ജയിച്ചപ്പോൾ സുമ ചെയ്ത വാഗ്ദാനം. ഓ, അതാണോ? ഞാനത് തമാശയായി എടുത്തു. ആ, രാജൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറയൂ. ചില മനുഷ്യർക്ക് പണവും പദവിയും ആകാൻ വലുത്. അത് നേടിയെടുക്കാൻ അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. പക്ഷെ മനുഷ്യന്റെ പൂർണ്ണത സമ്പത്തിലും പദവിയിലും ഒതുങ്ങി നിൽക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. അതിനവന്റെ കുടുംബജീവിതം സംതൃപ്തമായിരിക്കണം. അത്തരമൊരു കുടുംബജീവിതം ഞാൻ സ്വപ്നം കാണുന്നു. എന്റെ ജീവിത സഖിയായി ഞാൻ സുമയെ. ഹലോ കുമാർ. ഹലോ രാജൻ. പുതിയതായി വല്ല മത്സരത്തിനും പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അടുത്ത മത്സരത്തിൽ ജയിക്കുന്ന ഞാനായിരിക്കും. വിജയം മുന്നിൽ കണ്ടുകൊണ്ട് മത്സരത്തിനൊരുങ്ങരുത്. സോറി, നിങ്ങളുടെ വേദാന്തം കേട്ടോണ്ട് നിൽക്കാനുള്ള സമയം ഇപ്പൊ ഞങ്ങൾക്കില്ല. കമോൺ സുമേ, ലെറ്റ്സ് ഗോ. ബൈ. അമ്മേ, അസുഖം കൂടുതലായിട്ട് അമ്മ എന്നോട് എന്താ പറയാതിരുന്നു? കഴിഞ്ഞ തവണ വേദന വന്നപ്പോൾ നിനക്ക് പരീക്ഷയായിരുന്നു. മോനിതറിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകാതിരിക്കുമോ എന്ന് പേടിച്ചാണ് പറയാതിരുന്നത്. അമ്മ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടും. അമ്മ ഇനി ഒരു ജോലിക്കും പോകണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയോ. മോൻ എന്താ പറയുന്നത്? ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നു. മോനെ, നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നിറവേറ്റി. ഇത് കണ്ട് സന്തോഷിക്കാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയി. അച്ഛൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളേറെയായില്ലേ അമ്മ? ഇനി അത് ആലോചിച്ച് വിഷമിക്കും. ഇല്ല മോനെ, അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ അമ്മയുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്താ പ്രഭാകര ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല സാർ. ജയിലിലായിരുന്നപ്പോൾ ഞാൻ നിസ്സഹായം. ഇന്ന് ഞാൻ സ്വതന്ത്രനായി, വീണ്ടും പ്രഭാകരനായി. എന്റെ ലക്ഷ്മിയും മക്കളെയും എവിടെ പോയി കണ്ടുപിടിക്കും ഞാൻ ആലോചിക്കാം. വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാകാനാണ് സാർ? എന്റെ മക്കളെ പഠിപ്പിച്ച് മിടുക്കരാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വിധി എന്നെ ചതിച്ചു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും ഞാനിന്ന് യാത്ര ആരംഭിക്കുകയാണ്. എന്റെ മക്കളെ കണ്ടാൽ ഞാൻ തിരിച്ചറിയുമോ ഭഗവാനെ? എന്തോ